വർഗീയ കലാപമുണ്ടായ ഉത്തർപ്രദേശിലെ സംഭലിൽ തകർന്നുകിടന്ന പഴയ ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം കയ്യേറ്റക്കാർ അടച്ചുകളഞ്ഞുവെന്ന് കണ്ടെത്തി ജില്ലാ ഭരണകൂടം. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നും പരിസരം വൃത്തിയാക്കി തുറന്നുകൊടുക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. എന്നാൽ യോഗി സർക്കാർ വർഗീയത പറഞ്ഞ് ഭിന്നിപ്പുണ്ടാകുകയാണെന്ന് പ്രതിപക്ഷം വിമർശിച്ചു. 42 വർഷം മുൻപ് വിശ്വാസികൾ വന്നിരുന്ന ക്ഷേത്രമാണിതെന്നാണ് ഹിന്ദുക്കളായ നാട്ടുകാരിൽ ചിലരുടെ വാദം. ക്ഷേത്രത്തിനോട് ചേർന്നുള്ള കിണർ മൂടിയ നിലയിലായിരുന്നു. പണ്ടുപയോഗിച്ചിരുന്ന മന്ദിറിലെ വിഗ്രഹങ്ങളടക്കം പോലീസും റവന്യൂ ഉദ്യോഗസ്ഥരും ചേർന്ന് കണ്ടെടുത്തു. ന്യൂനപക്ഷ വിഭാഗങ്ങൾ കൂടുതലുള്ള മേഖലയാണിതെന്നും കയ്യേറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ആർക്കിയോളജി ഉദ്യോഗസ്ഥരെ എത്തിച്ച് കാലപ്പഴക്കം നിർണ്ണയിക്കും. ഇതിനായി കാർബൺ ഡേറ്റിംഗ് നടത്തും, ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. 1978 ഉപയോഗിച്ചിരുന്ന ക്ഷേത്രം വൃത്തിയാക്കി വഴിയുണ്ടാക്കി തുറന്നുകൊടുക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞതായി ANI റിപ്പോർട്ട് ചെയ്തു. അടച്ചുകളഞ്ഞ വഴി പോലീസിന്റെ നേതൃത്വത്തിൽ പൊളിച്ചു. ക്ഷേത്രഭാഗം കയ്യേറിയാണ് സമീപത്തെ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നതെന്നും കയ്യേറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും സംഭൽ അഡീഷണൽ SP ശ്രീഷ് ചന്ദ്രയും പറഞ്ഞു. റവന്യൂ നടപടികൾക്ക് ശേഷം വിശ്വാസികൾക്ക് തുറന്നുകൊടുക്കുമെന്നും കളക്ടർ വ്യക്തമാക്കി. വർഗീയ കലാപമുണ്ടായ സംഭൽ മേഖലയിൽ സർവേ നടക്കുന്ന ഷാഹി ജമാ മസ്ജിദിനോട് ചേർന്ന് കയ്യേറ്റങ്ങളുണ്ടോ എന്ന പരിശോധന തുടരുന്നതിനിടെയാണ് ക്ഷേത്രത്തിലേക്കുള്ള വഴിയടച്ചത് കണ്ടെത്തിയത്. കയ്യേറ്റം കണ്ടെത്തുന്നതിനായി 3 മാസത്തേക്ക് പ്രദേശത്ത് പരിശോധനകൾ തുടരുമെന്നും എല്ലാ കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കുമെന്നും ജില്ലാ കളക്ടർ രാജേന്ദ്ര പെൻസിയ വ്യക്തമാക്കി. പ്രദേശത്തെ പള്ളികളിലും വീടുകളിലും ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. വൈദ്യുതി മോഷണം ഇവിടെ വ്യാപകമായി കണ്ടെത്തിയെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതേസമയം ഷാഹി ജമാ മസ്ജിദ് തർക്കത്തിൽ തീവ്ര ഹിന്ദു സംഘടനകളുടെ പ്രീതിക്ക് വേണ്ടിയാണ് ഉദ്യോഗസ്ഥർ കയ്യേറ്റം ഒഴിപ്പിക്കാനെന്ന പേരിലുള്ള ഇത്തരം നീക്കം നടത്തുന്നതെന്നും വിമർശനമുയരുന്നുണ്ട്. സർക്കാർ മനുഷ്യർക്കിടെ ഭിന്നതയുടെ രാഷ്ട്രീയം കളിക്കുകയാണ്. മുസ്ലിം മേഖലയിൽ മാത്രം കയ്യേറ്റം കണ്ടുപിടിക്കുന്ന സർക്കാരിന് ചില ഉദ്ദേശങ്ങളുണ്ടെന്നും സമാജ്വാദി പാർട്ടി വിമർശിച്ചു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.